നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജസ്ഥാനിലെ കോട്ട ലോക്സഭയിൽ നിന്നാണ് സ്പീക്കറായ ഓം ബിർള 40,000-ഓളം വോട്ടുകൾക്ക് ഇത്തവണ പ്രഹ്ലാദ് ഗുഞ്ചലിനെ തോൽപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ആ ലോക്സഭയിൽ ഓം ബിർള അവസാന ഘട്ടം വരെ പിന്നിലായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കടുത്ത ആരോപണം രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ നടത്തിയത് ശ്രദ്ധേയമായിരുന്നു. സ്പീക്കറായി വീണ്ടും ഓം ബിർളയെ തെരഞ്ഞെടുത്തപ്പോൾ കൃത്യമായും രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2019-24 കാലഘട്ടത്തിലെ പ്രതിപക്ഷത്തിനെ എങ്ങനെയാണോ നിങ്ങൾ കൈകാര്യം ചെയ്തത്, എങ്ങനെയായിരുന്നു അവരോടുള്ള സമീപനം, അത് വെച്ച് ആവർത്തിക്കാമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട എന്നൊരു താക്കീത് ഓം ബിർളയ്ക്ക് കൊടുത്തിട്ടാണ് ആ കസേരയിലേക്ക് മോദിയോടൊപ്പം ചേർന്ന് ആനയിച്ചിരുത്തിയത്. എന്നാൽ സ്പീക്കർ തനി നിറം കാട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അക്ഷമനാണ്, നിങ്ങൾ സ്പീക്കറെ ബഹുമാനിക്കുന്നില്ല, നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളും ഈ ലോക്സഭയിൽ സാമാജികരായിട്ടുള്ളവരാണ്, നിങ്ങളുടെ സ്വന്തം സഹോദരി തന്നെ സാമാജികയാണ്, അവർക്കാർക്കും ഇല്ലാത്ത ഒരുതരം സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ ചെയ്യാൻ ഓം ബിർള തുടങ്ങി. അതിനെ തുടർന്ന് സ്പീക്കർ ലോക്സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. കോൺഗ്രസിലെ 70ഓളം എംപിമാർ അതിനെ തുടർന്ന് സ്പീക്കറെ കണ്ട് അവരുടെ വിയോജിപ്പ് കൃത്യമായി അറിയിച്ചു. സ്പീക്കർ ഓം ബിർളയെ മാറ്റാൻ BJPക്കുള്ളിൽ തന്നെ ഏകദേശ ധാരണയായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അവർക്കറിയാം, സുഗമമായി ലോക്സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓം ബിർളയ്ക്ക് കർമ്മശേഷിയില്ല. ഒന്നാമത്തെ കാര്യം, 303 സീറ്റുമായി BJP ഭരിച്ചിരുന്ന സമയത്താണ് ഓം ബിർള സ്പീക്കറായിരുന്നത്. അതിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ നിന്നും ഓം ബിർള ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. ലോക്സഭയിൽ 63ഓളം അംഗങ്ങൾ BJPക്ക് നഷ്ടമായി എന്നുള്ളതും, അതുപോലെ തന്നെ അവരുടെ ശക്തി ദുർഗമായ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ ലോക്സഭയിൽ അമ്പേ പരാജയം ഏറ്റുവാങ്ങിയതുമൊന്നും ഇപ്പോഴും BJPക്കോ സംഘപരിവാറിനോ ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഓം ബിർളയ്ക്ക് ഇങ്ങനെ അക്ഷമനാകേണ്ടി വരുന്നത്. ലോക്സഭയിൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് ലഭിക്കും എന്ന് ഓം ബിർള വിചാരിച്ചില്ല. ഓം ബിർള വിചാരിച്ചത് 400-ൽ കൂടുതൽ സീറ്റുകൾ നരേന്ദ്രമോദി പറയുന്ന ഉടനെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങ് ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും അബ്കി ബാർ മോദി സർക്കാർ സബ്കാ സാത്ത് സബ്കാ വികാസ് ഒക്കെ വെള്ളം തൊടാതെ ഭാരതീയർ മുഴുവൻ വിഴുങ്ങുമെന്ന് വിചാരിച്ചു. അവിടെയാണ് മോദിയുടെ വലങ്കയായി സ്പീക്കറായി ഇരുന്നു കൊണ്ട് പക്ഷഭേദ രാഷ്ട്രീയം കളിക്കുന്ന ഓം ബിർളയ്ക്ക് കണക്കിന് കിട്ടിയത്. രാജ്യസഭയുടെ ചെയർമാനായ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖറിന് പോലും നേരം വെളുത്തിട്ടും ഓം ബിർളയ്ക്ക് ഇതുവരെ നേരം ഇരുട്ടി വെളുത്തിട്ടില്ല. ഇപ്പോഴും ആ ഹാങ് ഓവറിൽ തന്നെ തുടരുകയാണ്. ഏതായാലും മാണിക്യം ടാഗോർ അടക്കമുള്ളവർ, ലോക്സഭാ സാമാജികനാണല്ലോ, തുറന്നടിച്ചിരിക്കുകയാണ്, ഈ സ്പീക്കറെയും കൊണ്ട് ഇനി അധിക നാൾ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.